പ്രവാസ ലോകത്തെ വാർത്തകളുമായി അക്കരെ ആരംഭിക്കും. അമേരിക്ക ഇറാൻ യുദ്ധം അയഞ്ഞും കനത്തും അങ്ങനെ തുടരുമ്പോൾ പ്രവാസികൾക്ക് വലിയ ആശങ്കയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവരെയാണ്. പലരും വെക്കേഷൻ കണക്ക് കൂട്ടി നേരത്തെ കൂട്ടി ടിക്കറ്റുകൾ വരെ എടുത്തു വെച്ചിരുന്നു. വിമാനത്താവളങ്ങൾ അടച്ച സമയത്ത് അവരുടെ നാട്ടിലേക്കുള്ള യാത്രയും മുടങ്ങി. പലരും നാടൊരു സ്വപ്നമായി കണ്ട് ഇന്നെത്തും നാളെ എത്തുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ബന്ധുക്കളെ. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിലെ കമ്പനികൾക്കെല്ലാം കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ. യുദ്ധത്തിന്റെ യഥാർത്ഥ ആഘാതം തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ലാഭം കുറയും, നിക്ഷേപങ്ങൾ മന്ദഗതിയിലാകും, പുതിയ പദ്ധതികൾ നീളും, ടൂറിസം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെയുള്ള മേഖലകൾ സമ്മർദ്ദത്തിലാകും. ഇതെല്ലാം ഒടുവിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെയും ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. യുദ്ധം എന്നത് വെറും ബോംബാക്രമണങ്ങളോ സൈനിക ഏറ്റുമുട്ടലുകളോ മാത്രമല്ല. ഒരു യുദ്ധം അവസാനിച്ച ശേഷവും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം തുടരാറുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു മുന്നറിയിപ്പാണ് S&P ഗ്ലോബൽ റേറ്റിംഗ്സ് നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സാധ്യതയാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. യുദ്ധം വീണ്ടും ശക്തമായില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം മാത്രം മതിയാകും ഗൾഫിലെ കമ്പനികളുടെ വളർച്ചയെ ബാധിക്കാനെന്നാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. ഇതിന്റെ പ്രധാന കാരണം ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായ ഹോർമുസിലൂടെ ചരക്ക് കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കപ്പൽ ഗതാഗതത്തിൽ ചെറിയ തടസ്സം പോലും ചരക്കു നീക്കത്തിന്റെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. ഇൻഷുറൻസ് പ്രീമിയം കൂടും, ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ കൂടുതൽ സമയമെടുക്കും. ഈ അധിക ചെലവെല്ലാം ഒടുവിൽ കമ്പനികളുടെ ലാഭത്തെ ബാധിക്കും. S&P പറയുന്നത് 2026 അവസാനത്തോടെ ഗൾഫ് മേഖലയിലെ മിക്ക കമ്പനികളുടെയും ലാഭക്ഷമത കുറയുമെന്നാണ്. കാരണം ഉൽപാദനം കുറയുന്നതല്ല, മറിച്ച് ചരക്ക് നീക്കത്തിനുള്ള ചെലവും ഗതാഗത ചെലവും വർദ്ധിക്കുന്നതാണ്. അതിനൊപ്പം കമ്പനികൾ പുതിയ നിക്ഷേപ പദ്ധതികൾ താൽക്കാലികമായി മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. പുതിയ ഫാക്ടറികൾ, ഓഫീസുകൾ, വികസന പദ്ധതികൾ എന്നിവയിൽ ചെലവിടുന്നത് പല കമ്പനികളും പുനഃപരിശോധിക്കും. എല്ലാ മേഖലകളെയും ഒരുപോലെ ഈ പ്രതിസന്ധി ബാധിക്കില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വൈദ്യുതി, ജലവിതരണം, ടെലികോം തുടങ്ങിയ അവശ്യ സേവന മേഖലകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകില്ല. കാരണം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാലും ആളുകൾക്ക് വൈദ്യുതിയും മൊബൈൽ സേവനങ്ങളും ആവശ്യമാണ്. പക്ഷേ ടൂറിസം, ഹോട്ടൽ, വ്യോമഗതാഗതം, റിയൽ എസ്റ്റേറ്റ്, ലോജിസ്റ്റിക്സ്, ഗതാഗതം, വാഹന വിപണി, ആഡംബര വസ്തുക്കളുടെ വിൽപ്പന തുടങ്ങിയ ആളുകളുടെ ചെലവിടൽ ശേഷിയെ ആശ്രയിക്കുന്ന മേഖലകളാണ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുക. ഉദാഹരണത്തിന് ടൂറിസം മേഖല തന്നെ നോക്കാം. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗൾഫ് മേഖലയിലെ പല ഹോട്ടലുകളിലും മുറികളുടെ ബുക്കിംഗ് ഗണ്യമായി കുറഞ്ഞതായി S&P പറയുന്നു. പ്രത്യേകിച്ച് ദുബായിൽ നിരവധി ഹോട്ടലുകൾ നവീകരണത്തിന്റെ പേരിൽ താൽക്കാലികമായി അടച്ചിടുകയോ ആവശ്യക്കാർ വർദ്ധിക്കുന്നത് വരെ കാത്തിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണ്. 2026 അവസാന പാദത്തോടെ സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലേക്ക് തിരിച്ചെത്താൻ 2027 അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ ആഘാതം താരതമ്യേന കുറവാണ്. കാരണം ഉംറയ്ക്കും ഹജ്ജിനുമായി തീർത്ഥാടകരുടെ വരവ് തുടരുകയായിരുന്നു. മറുവശത്ത് ചില അന്താരാഷ്ട്ര യാത്രക്കാർ മസ്കറ്റിലേക്ക് വഴിമാറിയതോടെ ഒമാന് ചെറിയ നേട്ടമുണ്ടായെങ്കിലും മേഖലയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതിനാൽ അവിടെയും ഹോട്ടൽ മേഖലയ്ക്ക് തിരിച്ചടി നേരിടുന്നുണ്ട്. ഉപഭോക്തൃ മേഖലയിലും വെല്ലുവിളികൾ ഏറെയാണ്. വിലക്കയറ്റവും ജീവിത ചെലവിന്റെ വർധനവും കാരണം ആളുകൾ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ തുടങ്ങും. ആദ്യം ബാധിക്കപ്പെടുക ആഡംബര വസ്തുക്കളുടെയും വാഹനങ്ങളുടെയും വലിയ ഷോപ്പിംഗ് ഇടപാടുകളായിരിക്കും. വലിയ പ്രവാസി സമൂഹമുള്ള ദുബായ് പോലുള്ള നഗരങ്ങൾക്ക് ഈ ആഘാതം കൂടുതൽ അനുഭവപ്പെടാനാണ് സാധ്യത. എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ, ഗാർഹിക ഉപയോഗ സാധനങ്ങൾ, വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ അവശ്യ വസ്തുക്കൾക്ക് ആവശ്യക്കാർ കുറയില്ല. എന്നിരുന്നാൽ അവയുടെ ലാഭവിഹിതവും കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അസംസ്കൃത വസ്തുക്കളുടെ വിലയും ഗതാഗത ചെലവും വർദ്ധിക്കുന്നതാണ്. എണ്ണവാതക മേഖലയിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഉൽപാദനം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വിതരണ ശൃംഖലകളും കൂടുതൽ സമ്മർദ്ദത്തിലാകുമെന്ന് S&P മുന്നറിയിപ്പ് നൽകുന്നു. ഈ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന നിരീക്ഷണം ഈ പഞ്ഞകാലത്ത് കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല അവരുടെ വിജയത്തെ നിർണ്ണയിക്കുക എന്നതാണ്. പ്രതിസന്ധിക്കിടയിലും ജീവനക്കാരുടെയും നിക്ഷേപകരുടെയും ഉപഭോക്താക്കളുടെയും വിശ്വാസം നിലനിർത്താൻ കഴിയുമോ എന്നതായിരിക്കും നിർണായകം. അതോടൊപ്പം പുതിയ നിക്ഷേപങ്ങൾ തുടരാനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ മറികടക്കാനും കഴിയുന്ന കമ്പനികളായിരിക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി ഇപ്പോൾ തോക്കിൻ മുനയിൽ നിന്ന് മാറി സമ്പദ് വ്യവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. പ്രവാസത്തിന്റെ കനൽ വഴികളിൽ താങ്ങായി സെന്റർ ഫോർ ഹാർബറിംഗ്. ദുബായ് കാത്തുസൂക്ഷിക്കുന്ന മാനവികതയുടെ വേറിട്ട മുഖമാണ്. സ്വപ്നങ്ങളുടെ വൻ നഗരമായ ദുബായിലേക്ക് വിമാനം കയറുമ്പോൾ ഓരോ പ്രവാസികളുടെയും കണ്ണുകളിൽ വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് തിളങ്ങുന്നത്. എന്നാൽ ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ ആവണമെന്നുമില്ല. വിസ കാലാവധി കഴിഞ്ഞോ, സാമ്പത്തിക പ്രതിസന്ധികളിൽ പെട്ടോ, വഞ്ചിക്കപ്പെട്ടോ, അന്യനാട്ടിൽ നിയമപരമായ കുരുക്കുകളിൽ അകപ്പെടുന്നവർ നിരവധിയാണ്.
സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ പോലും വഴിയില്ലാതെ, അഭയമില്ലാതെ തെരുവുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ വേദന വാക്കുകൾക്ക് അതീതവുമാണ്. അത്തരം ദുരിതക്കടലിൽ അകപ്പെടുന്ന പ്രവാസികൾക്ക് സുരക്ഷിതമായ പ്രകാശ ഗോപുരമായി മാറുകയാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ അൽ അവീറിലുള്ള സെന്റർ ഫോർ ഹാർബറിംഗ്. വെറും ഒരു ഔദ്യോഗിക സർക്കാർ സംവിധാനത്തിനപ്പുറം ആരുടെയും തണലില്ലാതെ നിൽക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ തണൽമരമായി മാറിയ ഈ കേന്ദ്രം സാക്ഷ്യം വഹിക്കുന്നത് അന്തസ്സോടെയുള്ള മാനുഷിക പരിചരണത്തിനാണ്. ദുബായിയുടെ അതിവേഗ വികസന കാഴ്ചകൾക്കും അപ്പുറം കരുണയിലൂന്നിയ ഭരണ സംവിധാനത്തിന്റെ തെളിവാണ് അൽ അവീറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രം. വിസ നിയമലംഘനങ്ങൾ മൂലമോ മറ്റ് അപ്രതീക്ഷിത സാഹചര്യങ്ങൾ മൂലമോ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത പ്രവാസികളെ കേവലം കുറ്റവാളികളായല്ല, മറിച്ച് അടിയന്തര സഹായം അർഹിക്കുന്ന മനുഷ്യരായാണ് ദുബായ് ഭരണകൂടം കാണുന്നത്. GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തന വൈശിഷ്ട്യവും വിശാലമായ സേവനങ്ങളും വിശദീകരിക്കപ്പെടുകയുണ്ടായി. നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ പ്രതിസന്ധിയിലായ വ്യക്തികൾക്ക് സുരക്ഷിതമായ അഭയവും മാന്യമായ താമസ സൗകര്യവും ഉറപ്പാക്കുകയാണ് കേന്ദ്രത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഒരു മനുഷ്യൻ അനാഥരാകുന്ന അവസ്ഥയിൽ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്നു എന്നതാണ് സെന്റർ ഫോർ ഹാർബറിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രാഥമിക ശുചിത്വവും സുരക്ഷിതമായ താമസവും പോഷകാഹാരവും നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. പ്രത്യേക മെഡിക്കൽ ക്ലിനിക്കുകളിലൂടെ പ്രാഥമികാരോഗ്യ പരിശോധനകളും വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയും ഇവിടെ ഉറപ്പാക്കുന്നു. ഇതിനു പുറമെ കടുത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാമൂഹികവും മാനുഷികവുമായ പിന്തുണ നൽകാനും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഇവിടെ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. വിനോദ പരിപാടികൾ, താമസവും ഭക്ഷണ വിതരണവും, ആവശ്യമായ യാത്രാരേഖകളും ഡിപ്പാർച്ചർ പെർമിറ്റുകളും ലഭ്യമാക്കൽ തുടങ്ങി 9ഓളം പ്രധാന സേവനങ്ങളാണ് ഇവിടെ നൽകി വരുന്നത്. സ്വന്തമായി വിമാന ടിക്കറ്റ് എടുക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് വിമാന കമ്പനികളുമായി സഹകരിച്ച് ടിക്കറ്റുകൾ ക്രമീകരിച്ച് നൽകുന്നതും യാത്രയ്ക്കുള്ള വാഹനം ഒരുക്കുന്നതും കേന്ദ്രത്തിന്റെ ഏകോപനത്തിൽ തന്നെയാണ് നടക്കുന്നത്. കേവലം അക്കങ്ങളിലും കണക്കുകളിലും ഒതുങ്ങുന്നതല്ല ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനമെന്ന് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. സന്ദർശക വിസയിൽ ജോലി തേടി ദുബായിലെത്തുകയും പിന്നീട് ജോലി ലഭിക്കാതെയും താമസിക്കാൻ ഇടമില്ലാതെയും കുടുങ്ങിപ്പോയ ഒരു ആഫ്രിക്കൻ വനിതയുടെയും അവരുടെ പിഞ്ചു മകളുടെയും അനുഭവം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. തെരുവിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന ആ അമ്മയും കുഞ്ഞിനെയും സെന്റർ ഫോർ ഹാർബറിംഗ് അധികൃതർ ഏറ്റെടുക്കുകയായിരുന്നു. അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യവും അടിയന്തര ചികിത്സയും നൽകിയ ശേഷം യാത്രാരേഖകൾ വേഗത്തിൽ ലഭ്യമാക്കി അവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റും നൽകി തിരികെ അയച്ചു. അപരിചിതമായ ഒരു നാടുകളിൽ ആരും തുണയില്ലാതെ ഭയന്നു വിറച്ച ഒരു കുഞ്ഞിനും അമ്മയ്ക്കും ഈ കേന്ദ്രം നൽകിയ ജീവന്റെ തണൽ ദുബായ് ഭരണകൂടം ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രായോഗിക മാതൃകയാണ്. സെന്റർ ഫോർ ഹാർബറിംഗിന്റെ സേവന വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ മതിയാകും. 2026 ആദ്യ 6 മാസത്തിൽ മാത്രം യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായ 11,696 പേർക്കാണ് ഈ കേന്ദ്രം തണലായത്. കൃത്യമായ ഏകോപനത്തിലൂടെ 11,696 വിമാന ടിക്കറ്റുകൾ സൗജന്യമായി ക്രമീകരിക്കാനും ഇവർക്ക് സാധിച്ചു. വിവിധ രാജ്യങ്ങളിലെ എംബസികളുമായും കോൺസുലേറ്റുകളുമായും നേരിട്ട് ബന്ധപ്പെട്ട് 4,568 പേർക്ക് പുതിയ യാത്രാരേഖകൾ ലഭ്യമാക്കി. ആരോഗ്യരംഗത്തും സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. 11,000-ലധികം ആളുകൾക്ക് പ്രാഥമിക ആരോഗ്യ പരിശോധനയും 1,906 പേർക്ക് വിദഗ്ധ മെഡിക്കൽ കൺസൾട്ടേഷനുകളും നൽകി. കൂടാതെ ഈ ചുരുങ്ങിയ കാലയളവിൽ 3,22,232 ഭക്ഷണപ്പൊതികളാണ് ഇവിടെ കഴിയുന്നവർക്കായി വിതരണം ചെയ്തത്. സാധാരണഗതിയിൽ വിസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കടുത്ത ശിക്ഷാ നടപടികൾക്കോ കസ്റ്റഡിക്കോ വിധേയമാക്കുന്ന പരമ്പരാഗത രീതികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ദുബായിയുടെ ഈ സമഗ്ര മാതൃക. ഒരു വ്യക്തി കേന്ദ്രത്തിലെത്തുന്ന നിമിഷം മുതൽ അവർ വിമാനത്തിൽ കയറി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് വരെ ഓരോ കേസും പ്രത്യേക പരിശീലനം ലഭിച്ച സംഘങ്ങളാണ് കൈകാര്യം ചെയ്തത്. വ്യക്തികളുടെ അന്തസ്സും അഭിമാനവും ചോദ്യം ചെയ്യപ്പെടാതെ അവരെ മാന്യമായി കൈകാര്യം ചെയ്യുക എന്നതിനാണ് ഇവിടെ പ്രഥമ പരിഗണന നൽകുന്നത്. ദുബായ് പോലീസ് ക്രിമിനൽ അഫയേഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹാരിബ് മുഹമ്മദ് അൽ ഷംസി, GDRFA അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽമാരായ മേജർ ജനറൽ ഖലഫ് അഹമ്മദ് അൽ ഗൈത്ത്, മേജർ ജനറൽ ഡോക്ടർ അലി ബിൻ അജിഫ് അൽ സാബി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള സാന്നിധ്യവും ഇടപെടലും ഈ കേന്ദ്രത്തിന് ഭരണകൂടം നൽകുന്ന പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത്. നഗരത്തിന്റെ തിളക്കത്തിനും ആഡംബരങ്ങൾക്കുമപ്പുറം മനുഷ്യത്വത്തിന്റെ അടിയൊഴുക്കുകൾ വറ്റാത്ത ഒരു നാടാണ് ദുബായ് എന്ന് തെളിയിക്കുകയാണ് അൽ അവീറിലെ ഈ സംവിധാനം. സ്വന്തം മാതൃരാജ്യത്തേക്ക് തിരികെ പോകാൻ വഴികൾ അടഞ്ഞു നിൽക്കുന്ന ഏതൊരു പ്രവാസിക്കും ഈ കേന്ദ്രത്തിന്റെ വാതിലുകൾ എന്നും തുറന്നു കിടക്കുന്നു. അപരിചിതമായ ലോകത്ത് ആരും ഒറ്റയ്ക്കല്ലെന്നും താങ്ങായി നിൽക്കാൻ ഒരു ഭരണകൂടം കൂടെയുണ്ടെന്നുമുള്ള വലിയ സന്ദേശമാണ് സെന്റർ ഫോർ ഹാർബറിംഗ് ലോകത്തിന് നൽകുന്നത്.
ലോകത്തെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് വിശുദ്ധ മക്കയിലെത്തി ഉംറ നിർവഹിക്കുക എന്നത്. എന്നാൽ ഉംറയ്ക്ക് പോകുന്നവർക്കുള്ള വിസ നടപടിക്രമങ്ങളും അപേക്ഷകളും യാത്രാരേഖകളും പലപ്പോഴും സമയവും പണവും ചെലവാക്കുന്ന പ്രക്രിയയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ രീതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി അറേബ്യ. 1 വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസ സൗദി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വിസ ലഭിച്ചാൽ 1 വർഷത്തിനുള്ളിൽ പലതവണ സൗദിയിൽ പ്രവേശിച്ച് ഉംറ നിർവഹിക്കാം. ഈ പുതിയ സംവിധാനം സൗദിയുടെ വിശാലമായ തീർത്ഥാടന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ തീർത്ഥാടകരെ ആകർഷിക്കാനും ഉംറ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കാനും സൗദി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി മാറ്റങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇ വിസ, നുസുക് പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ പെർമിറ്റുകൾ, സ്മാർട്ട് തീർത്ഥാടന സേവനങ്ങൾ, ഇപ്പോൾ അതിന്റെ തുടർച്ചയായാണ് ഈ മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസയും അവതരിപ്പിച്ചിരിക്കുന്നത്. സൗദി ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തിന് വൻ കയ്യടികളാണെങ്കിലും വിശ്വാസികൾക്ക് സംശയങ്ങൾ നിരവധിയാണ്. ഈ വിസ എല്ലാവർക്കും ലഭിക്കുമോ? ഉംറ വിസ ഉണ്ടെങ്കിൽ എത്ര ദിവസത്തേക്ക് സൗദിയിൽ താമസിക്കാം? ടൂറിസത്തിനായി ഉപയോഗിക്കാനാകുമോ? ഉംറ വിസയ്ക്ക് എത്ര രൂപ ചെലവ് വരും? തുടങ്ങി ചോദ്യങ്ങൾ നിരവധിയാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗദി അവതരിപ്പിച്ച പുതിയ വിസ നിലവിലുള്ള ഉംറ വിസയ്ക്ക് പകരമുള്ളതല്ല. ഇതൊരു അധിക ഓപ്ഷൻ മാത്രമാണ്. മുമ്പത്തെ പോലെ ഒറ്റത്തവണ പ്രവേശിക്കാവുന്ന ഉംറ വിസയും തുടരും. എന്നാൽ ഒരേ വർഷത്തിൽ 2-3 തവണ ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഓരോ യാത്രയ്ക്കും പ്രത്യേകം വിസയ്ക്ക് അപേക്ഷിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഈ പുതിയ സംവിധാനം. പ്രത്യേകിച്ച് UAE-യിൽ താമസിക്കുന്ന നിരവധി പ്രവാസികൾ റമദാനിലും സ്കൂൾ അവധിക്കാലത്തും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ എത്തുന്ന സമയത്ത് ഒന്നിലധികം തവണ ഉംറ നിർവഹിക്കാറുണ്ട്. അത്തരക്കാർക്ക് ഈ പുതിയ സംവിധാനം വലിയ ആശ്വാസമാകുമെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവരുടെ വിലയിരുത്തൽ. പക്ഷേ ഈ വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാലാവധി തന്നെയാണ്. വിസ അനുവദിച്ച ദിവസം മുതൽ 1 വർഷത്തേക്കാണ് ഇത് സാധുവായിരിക്കുക. എന്നാൽ അതുകൊണ്ട് 1 വർഷം മുഴുവൻ സൗദിയിൽ താമസിക്കാമെന്ന് അർത്ഥവുമില്ല. 1 വർഷത്തിനുള്ളിൽ ആകെ 90 ദിവസം വരെ മാത്രമേ സൗദിയിൽ താമസിക്കാൻ അനുമതിയുള്ളൂ. ഈ 90 ദിവസം ഒരുമിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 10 ദിവസം വീതം, 15 ദിവസം വീതം, അല്ലെങ്കിൽ യാത്രക്കാരന് സൗകര്യപ്രദമായ രീതിയിൽ പല സന്ദർശനങ്ങളിലായി വിഭജിച്ചും ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഒരാൾ റമദാനിൽ 10 ദിവസം ഉംറ നിർവഹിക്കാൻ പോയി, പിന്നീട് സ്കൂൾ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം 15 ദിവസം കൂടി പോയി, പിന്നീട് വർഷാവസാനത്തിൽ വീണ്ടും 10 ദിവസത്തേക്ക് പോയി. ഇങ്ങനെ പല സന്ദർശനങ്ങളിലായി 90 ദിവസത്തെ കാലാവധി ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ എൻട്രി ഉംറ വിസ എന്ന് വിളിക്കുന്നത്. പലർക്കും ഇപ്പോൾ ഉയരുന്ന സംശയം മറ്റൊന്നാണ്. ഈ വിസ ഉപയോഗിച്ച് മക്കയിൽ ഉംറ കഴിഞ്ഞ് റിയാദിലോ ജിദ്ദയിലോ വിനോദസഞ്ചാരത്തിനായി പോകാൻ കഴിയുമോ എന്നാണ്. ഉത്തരം വളരെ വ്യക്തമാണ്, ഇല്ല. ഇതൊരു ഉംറ വിസ മാത്രമാണ്, ടൂറിസ്റ്റ് വിസയല്ല. അതിനാൽ ഈ വിസയുടെ ഉദ്ദേശം ഉംറ നിർവഹിക്കുകയാണ്. വിനോദസഞ്ചാരത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ മറ്റൊരു പ്രധാന കാര്യവും കൂടിയുണ്ട്. ഈ വിസ ലഭിച്ചാൽ 1 വർഷം വരെ രേഖകളൊന്നും സമർപ്പിക്കാതെ സൗദിയിലേക്ക് പോകാമെന്ന് കരുതണ്ട. ഓരോ തവണയും സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് പുതിയ യാത്രയുടെ വിവരങ്ങൾ വീണ്ടും സമർപ്പിക്കണം. അതായത് പുതിയ ഹോട്ടൽ ബുക്കിംഗ്, മടക്ക ടിക്കറ്റ്, യാത്രാ പദ്ധതി, പ്രാദേശിക ഗതാഗത വിവരങ്ങൾ എന്നിവ ഓരോ സന്ദർശനത്തിനും പ്രത്യേകം നൽകണം. കാരണം സൗദിയുടെ നുസുക് പ്ലാറ്റ്ഫോമിലാണ് ഓരോ ഉംറ യാത്രയും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ വിസ ആർക്കൊക്കെ ലഭിക്കും? സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ പുതിയ സംവിധാനം അനുസരിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. എന്നാൽ എല്ലാവരും ഒരേ രീതിയിലല്ല അപേക്ഷിക്കേണ്ടത്. അപേക്ഷയുടെ മാർഗം നിങ്ങളുടെ പാസ്പോർട്ടും താമസിക്കുന്ന രാജ്യവും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന്, അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ പൗരന്മാർക്ക് നേരിട്ട് ഈ വിസ സംവിധാനത്തിലൂടെയോ ചില സാഹചര്യങ്ങളിൽ വിസ ഓൺ അറൈവൽ വഴിയോ അപേക്ഷിക്കാം. ഇതുകൂടാതെ അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ നിയമപരമായ റെസിഡൻസി പെർമിറ്റുള്ള വിദേശികൾക്കും ഈ മാർഗം ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഈ വിസയ്ക്ക് അർഹതയുണ്ട്. പക്ഷേ ഇവർക്ക് നേരിട്ട് ഈ വിസ ലഭിക്കില്ല. അവർ അംഗീകൃത ഉംറ ട്രാവൽ ഏജൻസികൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ഈ വിസ ലഭിക്കില്ല എന്നല്ല, ലഭിക്കും. എന്നാൽ അപേക്ഷ അംഗീകൃത ഏജൻസിയിലൂടെയും നുസുക് പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചുള്ള സംവിധാനത്തിലൂടെയുമാണ് നടത്തേണ്ടത്. രാഷ്ട്രീയമോ സാമ്പത്തികമായ പ്രത്യേക സാഹചര്യങ്ങളുള്ള ചില രാജ്യങ്ങൾക്ക് കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഉണ്ടായേക്കാമെന്നും ചിലപ്പോൾ സിംഗിൾ എൻട്രി വിസ മാത്രമായിരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആവശ്യമായ എല്ലാ രേഖകളും കൃത്യമായി നൽകിയാൽ സാധാരണയായി 2 പ്രവൃത്തി ദിവസങ്ങളിലുള്ളിൽ വിസ ലഭിക്കുമെന്നാണ് അവരുടെ വിശദീകരണം. വിസ ഫീസിന്റെ കാര്യത്തിലും വ്യക്തതയുണ്ട്. UAE-യിലെ ട്രാവൽ ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഏകദേശം 600 മുതൽ 650 ദിർഹം വരെയാണ് പുതിയ വിസയുടെ ചെലവ്. ഇന്ത്യക്കാർക്ക് അപേക്ഷിക്കുന്ന രീതിയും ട്രാവൽ ഏജൻസിയുടെ ഫീസ് അടക്കം 18,500 മുതൽ 20,000 രൂപ വരെ ചെലവ് വരും. ഏജൻസികൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാമെങ്കിലും പൊതുവെ ഈ നിരക്കിലാണ് വിസ ലഭിക്കുകയെന്നാണ് ഈ മേഖലയിലെ പ്രമുഖരുടെ വിലയിരുത്തൽ. ഇനി അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകളാണ് വേണ്ടത്?
ഇന്ത്യയിൽ നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പാസ്പോർട്ടിന്റെ പകർപ്പ്, അപേക്ഷകന്റെ ഫോട്ടോ, പാൻ കാർഡിന്റെയും തിരിച്ചറിയൽ കാർഡിന്റെയും കോപ്പി, മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകണം. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ കൂടി ആവശ്യപ്പെട്ടേക്കും. നിങ്ങളുടെ യാത്രാരേഖകളും ആവശ്യമായി വരും. ഇനി UAE-യിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ആണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ പാസ്പോർട്ടിന്റെ പകർപ്പിനൊപ്പം എമിറേറ്റ്സ് ID-യുടെ കോപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ US, UK ഓർ ഷെങ്കൻ വിസയുടെ കോപ്പി, മടക്ക് വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ഹോട്ടൽ വൗച്ചർ, പ്രാദേശിക യാത്രാ വിവരങ്ങൾ, മറ്റാവശ്യമായ യാത്രാരേഖകൾ എന്നിവയെല്ലാം നുസുക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത ശേഷമാണ് അപേക്ഷ പരിഗണിക്കുന്നത്. ആദ്യം വിസ വാങ്ങാം, പിന്നീട് ഹോട്ടൽ നോക്കാം, പിന്നീട് ടിക്കറ്റ് എടുക്കാം എന്ന രീതിയിലല്ല നടപടിക്രമം. ആദ്യം ഉംറ പാക്കേജും യാത്രാ വിവരങ്ങളും നുസുക് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് വിസ അപേക്ഷ സമർപ്പിക്കുന്നത്. ഓരോ കുടുംബാംഗത്തിനും പ്രത്യേകം വിസ അപേക്ഷ നൽകണം. ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഓരോരുത്തർക്കും പ്രത്യേക അപേക്ഷയും രേഖകളും ആവശ്യമാണ്. യാത്ര ഒരുമിച്ച് നടത്താമെങ്കിലും വിസ പ്രോസസ്സിംഗ് വ്യക്തിഗതമായിരിക്കും. ഈ വിസ അംഗീകൃത ഉംറ ട്രാവൽ ഏജൻസികളുടെ സ്പോൺസർഷിപ്പിലാണ് അനുവദിക്കുന്നത്. അതുകൊണ്ട് യാത്രക്കാരൻ സൗദി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും ഏജൻസിക്കാണ്. ഒരു യാത്രക്കാരൻ അനുവദിച്ച തീയതിയിൽ സൗദി വിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അംഗീകൃത യാത്രാ പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ട്രാവൽ ഏജൻസിക്കും ഉണ്ടാകും. അത്തരത്തിൽ ഏജൻസിക്ക് പിഴ പോലും ലഭിച്ചേക്കാം. അതുകൊണ്ടാണ് ഓരോ യാത്രയും വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്നും എല്ലാ വിവരങ്ങളും പുതുക്കണമെന്നും ട്രാവൽ ഏജൻസികൾ നിർബന്ധമായും ആവശ്യപ്പെടുന്നത്. ഉംറ കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ഈ പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് UAE-യിൽ താമസിക്കുന്ന പ്രവാസികൾക്കും ഒരേ വർഷത്തിൽ ഒന്നിലധികം തവണ ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്കും ഇത് വലിയൊരു ആശ്വാസമാകുമെന്നാണ് ട്രാവൽ മേഖലയിലെ വിലയിരുത്തൽ. എന്നാൽ ഈ സൗകര്യത്തിനൊപ്പം നിശ്ചയിച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കണമെന്നതും യാത്രക്കാർ ഓർക്കേണ്ടതുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കിയ പുതിയ നിയമം ചർച്ചയാകുന്നത് അതിന്റെ ശിക്ഷയുടെ കടുപ്പം കൊണ്ട് മാത്രമല്ല, അത് ആരെ ഉദ്ദേശിച്ചാണെന്നത് കൂടി കൊണ്ടാണ്. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അടക്കുന്ന ദക്ഷിണേന്ത്യക്കാരെ ഉദ്ദേശിച്ചാണ്. വായിൽ പാനും ചവച്ച് തുപ്പലും നിറച്ച് നടക്കുന്നവരെ ഉദ്ദേശിച്ച് മസ്കറ്റിനെ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ ഒന്നാക്കി നിലനിർത്താൻ ഒമാൻ സർക്കാർ വർഷങ്ങളായി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. റോഡുകളും പാർക്കുകളും ബസ് സ്റ്റോപ്പുകളും സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെയുള്ള എല്ലാ പൊതുസ്ഥലങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ് അവരുടെ നയം. എന്നാൽ ഈ ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നത് ചിലരുടെ ഒരു മോശം ശീലമാണ്. വായിൽ മുറുക്കിയ പാൻ അല്ലെങ്കിൽ വെറ്റിലക്കൂട്ടിന്റെ നീര് റോഡിലോ പൊതുസ്ഥലങ്ങളിലോ തുപ്പിയാൽ പോലും അത് വലിയ നിയമപ്രശ്നമായി മാറുമെന്ന കാര്യം പലർക്കും അറിയില്ല. ഇപ്പോൾ ഒമാനിലെ മസ്കറ്റ് മുനിസിപ്പാലിറ്റി അത്തരമൊരു ശീലത്തിനെതിരെ വലിയ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ പാൻ തുപ്പുന്നത് ഒരു ചെറിയ ശുചിത്വ പ്രശ്നമല്ലെന്നും അത് നഗരത്തിന്റെ സൗന്ദര്യത്തെയും പൊതുജനാരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണെന്നുമാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. അതാണ് പാൻ, വെറ്റിലക്കൂട്ട്, ബെറ്റൽ ക്വിഡ് അല്ലെങ്കിൽ പുകയില്ലാത്ത പുകയില ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ ചുവന്ന നീര് പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത്. മസ്കറ്റ് മുനിസിപ്പാലിറ്റി പറയുന്നത് ഇത് വെറും അഴുക്കുണ്ടാക്കുന്ന പ്രവൃത്തിയല്ല, നഗരത്തിന്റെ സിവിലൈസ്ഡ് ഇമേജ്, അതായത് സാംസ്കാരികവും വൃത്തിയുള്ളതുമായ മുഖഛായയെ തന്നെ ഇത് ബാധിക്കുന്നുവെന്നാണ്. ഒരാൾ തുപ്പുന്ന ചുവന്ന കറകൾ ഭിത്തികളിലും നടപ്പാതകളിലും സർക്കാർ കെട്ടിടങ്ങളിലും പൊതു സൗകര്യങ്ങളിലും പതിഞ്ഞു കിടക്കുമ്പോൾ അത് നഗരം മുഴുവൻ അശ്രദ്ധയുടെ പ്രതീകമായി മാറുന്നു. ഇവ നീക്കം ചെയ്യാൻ മുനിസിപ്പാലിറ്റിയുടെ ശുചീകരണ വിഭാഗത്തിന് അധിക സമയവും പണവും മനുഷ്യ വിഭവശേഷിയും ചെലവഴിക്കേണ്ടി വരുന്നുവെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ മറ്റൊരു പ്രധാന കാരണവും കൂടിയുണ്ട്. പലർക്കും പാൻ അല്ലെങ്കിൽ മുറുക്കാൻ ഒരു ശീലമോ വിനോദമോ മാത്രമായിരിക്കാം. എന്നാൽ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മുറുക്കാന്റെ ഉപയോഗം വായിലെ ക്യാൻസർ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി നഗര ശുചിത്വത്തെക്കുറിച്ച് മാത്രമല്ല വ്യക്തികളുടെ ആരോഗ്യത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്ന ഓരോ തവണയും അത് മറ്റുള്ളവരുടെ ആരോഗ്യത്തെയും ശുചിത്വത്തെയും ബാധിക്കുന്ന പ്രവൃത്തിയാണെന്ന സന്ദേശമാണ് ഈ ക്യാമ്പയിൻ നൽകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പൊതുസ്ഥലങ്ങളിലെ പെരുമാറ്റത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. റോഡിൽ മാലിന്യം വലിച്ചെറിയുക, പൊതുസമ്പത്ത് നശിപ്പിക്കുക, അശുചി ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പല രാജ്യങ്ങളിലും നിയമലംഘനമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒമാനിൽ കഴിയുന്ന പ്രവാസികൾ, പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ ഇത്തരം ശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അധികൃതർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു പ്രത്യേക സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള നടപടിയല്ല. നഗരം എല്ലാവരുടെയും പൊതുസമ്പത്താണ്. അതിന്റെ ശുചിത്വവും സൗന്ദര്യവും സംരക്ഷിക്കേണ്ടത് ഓരോ താമസക്കാരന്റെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് മുനിസിപ്പാലിറ്റി നൽകുന്നത്. ഒരാളുടെ ചെറിയ അശ്രദ്ധ പോലും ഒരു നഗരത്തിന്റെ ഭംഗിയെ ബാധിക്കും. അതേസമയം ഒരു വ്യക്തിയും സ്വന്തം ശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ നഗരവും സമൂഹവും കൂടുതൽ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായി ഇടമാക്കി മാറ്റാനും കഴിയും. അതുകൊണ്ട് മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ സന്ദേശം വളരെ ലളിതമാണ്. പാലിക്കേണ്ടത് പ്രവാസികളുടെ ഉത്തരവാദിത്തം. കത്തുന്ന വേനലിൽ തിളച്ചുമറിയുന്ന മണലാരണ്യം, താപമാപിനിയിൽ 48 ഡിഗ്രി സെൽഷ്യസ് തൊടുന്ന ഉഷ്ണതരംഗം. സാമാന്യ യുക്തിയിൽ വേനൽക്കാലത്തെ UAE എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം ഇതാണ്. എന്നാൽ അതേ മരുഭൂമിയിലേക്ക് പെട്ടെന്നൊരു നിഴൽ പടരുകയും ആകാശം കറുത്തിരണ്ട് ശക്തമായ മഴ പെയ്യുകയും ചെയ്താൽ അതൊരു അത്ഭുതമായി തോന്നാം.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UAE നിവാസികൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും അസ്ഥിരവും വിചിത്രവുമായ ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾക്കാണ്. കനത്ത ചൂടും പൊടിക്കാറ്റും അതിനോടൊപ്പം അപ്രതീക്ഷിതമായി എത്തുന്ന മഴയും ചേർന്ന് UAEയുടെ അന്തരീക്ഷത്തെ വേറിട്ടൊരു അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് എൽ നിനോ പ്രതിഭാസം. UAEയിൽ ശക്തമായ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. ഡ്രൈവർമാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. വേനൽക്കാലത്തിന്റെ ഉച്ചസ്ഥായിയിൽ UAEയിൽ മഴ പെയ്യുന്നത് തികച്ചും അസാധാരണമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് വഴിതെളിക്കുന്ന എൽ നിനോ പ്രതിഭാസമാണ് ഈ അപ്രതീക്ഷിത മഴയ്ക്ക് പ്രധാന കാരണമായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി ഉയർന്നതിലൂടെ രൂപപ്പെടുന്ന എൽ നിനോ ലോകമെമ്പാടുമുള്ള അന്തരീക്ഷ ഈർപ്പത്തിന്റെ തോതിലും കാറ്റിന്റെ സഞ്ചാരപാതയിലും വൻ മാറ്റങ്ങൾ വരുത്തുന്നു. കിഴക്കൻ ഉപരിതലങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും അന്തരീക്ഷത്തിന്റെ ഉയർന്ന തട്ടുകളിലെ വായുസഞ്ചാരവും ഒത്തുചേരുമ്പോൾ അറേബ്യൻ ഉപദ്വീപിലെ ആകാശം പെട്ടെന്ന് മേഘാവൃതമാകുന്നു. എന്നാൽ ഈ മഴയൊന്നും നാടിനെ തണുപ്പിക്കാൻ പ്രാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാറ്റിൽ ഈർപ്പത്തിന്റെ അളവ് കൂടുന്നതോടെ വിയർപ്പും അസ്വസ്ഥതയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തീരദേശങ്ങളിലും ഉൾനാടുകളിലും നില 38 മുതൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നത് പ്രകൃതിയുടെ അപൂർവമായ ഒരു വൈരുദ്ധ്യമാണ്. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ പെട്ടെന്ന് മറിയുന്നത്. കിഴക്കൻ, പടിഞ്ഞാറൻ, തെക്കൻ മേഖലകളിലും അൽ ഐൻ പോലെയുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലുമാണ് കനത്ത മഴമേഘങ്ങൾ രൂപപ്പെടുന്നത്. വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ മണ്ണും പൊടിയും വായുവിൽ ഉയർത്തുന്നു. ഇതോടെ അന്തരീക്ഷം മങ്ങിയ തവിട്ട് നിറത്തിലേക്ക് മാറുകയും കാഴ്ചപ്പെടുത്തി ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. പെട്ടെന്ന് രൂപപ്പെടുന്ന കറുത്ത മഴമേഘങ്ങളും പൊടിക്കാറ്റും ചേരുമ്പോൾ ഒരു മായാജാലം പോലെയാണ് മരുഭൂമിയിലെ കാഴ്ചകൾ മാറുന്നത്. അൽ ഐന് വടക്കുള്ള അൽ ഷുവൈബ് പാതയിലും സമീപ പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴ മരുപ്രദേശത്ത് അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുമുണ്ട്. അറേബ്യൻ കടലിലും ഒമാൻ കടലിലും കാറ്റിന്റെ വേഗത കുറവാണെങ്കിലും കരയിൽ ഈ അസ്ഥിരത വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തിന്റെ കിഴക്കൻ, പടിഞ്ഞാറൻ മേഖലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടുത്ത വേനൽച്ചൂടിൽ പെയ്യുന്ന മഴ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അല്പം മുമ്പ് വരെ വരണ്ടുടങ്ങിക്കിടന്ന റോഡുകളിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ പൊടിയും വെള്ളവും ചേർന്ന് പാതകൾ വഴുക്കലുണ്ടാക്കിയതായി മാറുന്നു. ഇതിനു പുറമെ പൊടിക്കാറ്റ് മൂലം കാഴ്ചപ്പെടുത്തി പെട്ടെന്ന് പൂജ്യത്തിലേക്ക് താഴുന്നത് വാഹനാപകടങ്ങൾക്ക് കാരണമാകാം. അതിനാൽ റോഡിലിറങ്ങുന്ന വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫോഗ് ലൈറ്റുകൾ തെളിയിച്ച് കൃത്യമായ അകലം പാലിച്ചു മാത്രമേ വാഹനങ്ങൾ ഓടിക്കാവൂ. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഔദ്യോഗിക ചാനലുകളിലൂടെ നൽകുന്ന കാലാവസ്ഥാ വിവരങ്ങൾ മാത്രം വിശ്വസിക്കാനും ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിൽ ജോലി എടുക്കുന്നവരും പെട്ടെന്നുള്ള ശക്തമായ കാറ്റിൽ നിന്ന് രക്ഷ നേടാൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതുണ്ട്. പരമ്പരാഗത കാലാവസ്ഥാ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തുന്ന തരത്തിലാണ് സമീപകാലത്തായി ഗൾഫ് മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നടക്കുന്നത്. മുമ്പ് അപൂർവമായി മാത്രം കണ്ടിരുന്ന ഇത്തരം ഉച്ചമഴകളും കനത്ത കാറ്റും ഇന്ന് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭൗമതാപനവും ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളും മരുഭൂമിയിലെ സൂക്ഷ്മ കാലാവസ്ഥയെപ്പോലും എങ്ങനെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ UAEയിൽ കാണുന്നത്. വേനൽച്ചൂടിന്റെ കാഠിന്യത്തിനിടയിൽ നിമിഷ നേരത്തേക്ക് ആശ്വാസമായി പെയ്യുന്ന മഴ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അടുത്ത വാരാന്ത്യത്തിലും ആഴ്ചയുടെ തുടക്കത്തിലും ഈ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നതിനാൽ പ്രദേശവാസികളും സന്ദർശകരും ഒരുപോലെ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ചുട്ടുപൊള്ളുന്ന ചൂടും പെട്ടെന്ന് പെയ്യുന്ന മഴയും ഒരേപോലെ നേരിടേണ്ടി വരുന്ന ഈ വേളയിൽ പ്രകൃതിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ജാഗ്രതയോടെ മുൻപോട്ട് പോവുക എന്നതാണ് പ്രധാനം. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും കാലാവസ്ഥാ പ്രവചനങ്ങൾ നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഈ അപ്രതീക്ഷിത ദിനങ്ങളെ സുരക്ഷിതമായി മറികടക്കാൻ നമ്മെ സഹായിക്കും. പ്രവാസ ലോകത്തെ വിശേഷങ്ങൾ ഇന്ന് അവസാനിക്കുന്നില്ല. നാളെ പുതിയ വാർത്തകൾ വിശേഷങ്ങളുമായി കാണാം. അതുവരെ നമസ്കാരം.